എന്താ മോനെ, നീ എന്താ എല്ലാരോടും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അമ്മ തിരക്ക് പിടിക്കാതെ. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ കണക്കില് ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന കൺഫ്യൂഷൻ. ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ നിൽക്കുന്ന പ്രിയങ്കയല്ല, അത് മറ്റൊരു പെൺകുട്ടിയാണെന്ന് നിങ്ങളെ എല്ലാവരും പറഞ്ഞ് മനസ്സാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ നിങ്ങളെല്ലാവരും ചേർന്ന് അതിന് തടസ്സം നിന്നു. ഏത് കാര്യത്തിനും ദൈവം തരുന്ന ഒരു തെളിവുണ്ടല്ലോ, അങ്ങനെയല്ലേ മുത്തശ്ശി പറയുക? ആ തെളിവ് ദേ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. കല്യാണ ദിവസം എന്റെ ക്യാമറയിൽ ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ തിരഞ്ഞു, കണ്ടില്ല. പക്ഷേ ഇപ്പൊ ഈ ഇരിക്കുന്ന വിവാഹ ആൽബത്തിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് കിട്ടി. എവിടെ കാണട്ടെ വരും. അങ്ങനെ വരുൺ പറയുന്നത് സത്യമാണെങ്കിൽ പകരം വന്ന് കയറിയവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമല്ലോ. ആളി കത്തുന്ന തീയില് എണ്ണ പകർന്നു കൊടുക്കണ്ട. ആളി കത്തുന്നത് അവന്റെ മനസ്സല്ലേ മുത്തശ്ശി? കത്തിച്ചത് ഞാനും അല്ല. പിന്നെന്താ എന്റെ പേരില് പ്രശ്നം? ആദ്യം ഇതൊന്ന് കാണട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും പ്രിയങ്ക മോളെ കണ്ടതും വിവാഹം ഉറപ്പിച്ചതും മണ്ഡപത്തിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഞങ്ങളൊക്കെ കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്ന് അറിയണമല്ലോ. അതെ, ഇതേതായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഇനി എന്തായാലും മുന്നോട്ട് പോകുന്ന പ്രശ്നമല്ലമ്മേ. മുത്തശ്ശി, ബിജു, ഈ ആൽബം നിങ്ങൾ പലവട്ടം നോക്കിയതല്ലേ? അതിലൊരു പേജിൽ പോലും ഒഴിഞ്ഞൊരു കോളമില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആൽബം കൊണ്ടുവന്നതല്ലേ ഉള്ളൂ, അതിലൊരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. എന്നാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോ ഈ ആൽബത്തിൽ നിന്നും കേറിയെടുത്തതാ. ആര് കീറിയെടുത്ത്? ഞാൻ മുത്തശ്ശി ഇപ്പോഴല്ലേ ഈ ആൽബത്തിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയത്. അതേ, കള്ളത്തരം കാണിക്കുന്നവർക്ക് വലിയ സമയമൊന്നും ആവശ്യമില്ല. കൂടുതൽ ചോദ്യങ്ങളും തെളിവെടുപ്പൊന്നും വേണ്ട. ആദ്യം ഈ ഫോട്ടോ കാണട്ടെ. ഇതാണോ നീ പറഞ്ഞ പെൺകുട്ടി? ഇതിലെവിടെയാടാ പെൺകുട്ടിയുള്ളത്? എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ പ്രശ്നം? ഇതല്പം കൂടി പോകുന്നുണ്ട് കേട്ടോ. ഈ ശൂന്യമായ ഫോട്ടോ കാണിച്ചാണോ നീ ഞങ്ങളെ ടെൻഷൻ എടുപ്പിച്ചത്? നോക്ക് നോക്ക്, ദാ. വരുൺ, ഈ കുടുംബത്തെ അല്പം കാര്യബോധം ഉള്ളവനാണ് നീയെന്നാ ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ഷേ, ഇത് വളരെ മോശമായിപ്പോയി. മോശമായിപ്പോയി? അതെ, ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പെണ്ണില്ല. ആ രൂപം അതിൽ നിന്നും അപ്രത്യക്ഷമായത് എങ്ങനെയാണെന്ന് ഒരാൾക്കറിയാം. ഇവൾക്ക്. ഞാൻ ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തത് നീയാണ്, അത് കൊണ്ടുപോയി നശിപ്പിച്ചതും നീയാ. സത്യമല്ലേ? എനിക്കൊന്നും അറിയില്ല. ആൽബം മുത്തശ്ശിയുടെ കയ്യിലിരിക്കുമ്പോഴല്ലേ ഞാൻ അകത്തേക്ക് പോയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? അത് ശരിയാണല്ലോ. പക്ഷേ തെളിവ് ഞാൻ തന്നാലോ?
ദേ, ഈ ഫോട്ടോ ഈ ആൽബത്തിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ അത് കീറിയെടുത്ത സ്ഥലത്ത് ഒരു ഒഴിവുണ്ടാവില്ലേ? ആ ഉണ്ടാവും. ആ, ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഈ ആൽബത്തിൽ അങ്ങനെ ഒരു ഒഴിവുണ്ടെങ്കിൽ അത് പലവട്ടം മറിച്ചു നോക്കിയ ബിജുവും മുത്തശ്ശിയും അത് കണ്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് ആരോ ക്ലിയർ ചെയ്തെന്നല്ലേ? സോ ഈ ഇരിക്കുന്ന ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് സത്യം. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ബിജു, ആൽബം എടുക്ക. ഈ ആൽബത്തിൽ ഒരു കുറവുമില്ല. പിന്നെ നീ ഏത് ഫോട്ടോയുടെ കാര്യമായി പറയുന്നേ? അല്ല മുത്തശ്ശി, വരുൺ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കൽപ്പന. എടാ മോനെ, ഇത് നീ ഒരു കവലയിൽ നിന്നല്ല ചെയ്യുന്നത്. ഈ കുടുംബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നിന്റെ അമ്മയെയും എന്നെയും ഒക്കെ കാവൽ നിർത്തിക്കൊണ്ട്. ഇത്രയും നാള് നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുവാടാ നീ. ദേ, നിനക്കൊരു സംശയം മാത്രം വിളിച്ചു പറഞ്ഞാ മതി. ഈ നേരം വരെ നമ്മുടെ മുമ്പിലൊക്കെ ഉരുകി നിൽക്കുന്നത് ഈ പെൺകുട്ടിയാ. ഇവളോട് നിനക്കിനി എന്താ പറയാനുള്ളത്? പറ. ഏതായാലും ഈ ലോകത്ത് എങ്ങും നടക്കാത്ത വിചിത്രമായ കാര്യങ്ങളാ ഈ കണിമംഗലത്ത് നടക്കുന്നത്. എന്തായാലും ഈ കല്യാണം ആരും മറക്കില്ല. മോളെ, ഞാൻ തെറ്റെയ്ത എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടമ്മ. പക്ഷെ എന്നോട് എന്തിനെങ്ങനെ പെരുമാറുന്നത്? പോട്ടെ മോളെ, അവന്റെ മനസ്സിനെന്തോ പറ്റിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റുമുള്ളവർ പലരും ശത്രുക്കളാ. എന്റെ മോന്റെ മനസ്സ് മാറാൻ അവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാ.
മുത്തശ്ശി, കണ്ട നിമിഷം മുതൽ ദൈവത്തിന്റെ സ്ഥാനത്ത് മുത്തശ്ശി ഞാൻ കാണുന്നത്. ഞാൻ കാരണം മുത്തശ്ശി വരുണിനെ വെറുക്കരുത്. വരുണിന് ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ഇറങ്ങിപ്പോവാൻ മുത്തശ്ശി പറഞ്ഞാൽ മതി. അങ്ങനൊന്നും പറയില്ലേ മോളെ. എന്തോ ഒരു കഷ്ടകാലം നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതുകൊണ്ട് സംഭവിക്കുന്നത്. എല്ലാം നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. നീ കരിമംഗലത്തിന്റെ സ്വത്താ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. മാഡം, വിനയ മാഡത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഷൂട്ടുണ്ടായിരുന്നല്ലോ. വിനയപ്രസാദിനെ കുറിച്ചോ കൂടെയുള്ള കുട്ടിയെക്കുറിച്ചോ ഇവിടെയുള്ള ആർക്കെങ്കിലും അറിയുമെന്ന് നോക്കാം. വാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൂരദിക്കിലുള്ള ഒരുപാട് പേര് കേട്ടറിവ് വെച്ച് നിത്യേന വരുന്നുണ്ട്, തൊഴുത് മടങ്ങുന്നുണ്ട്. തിരുമേനി, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നില്ലേ? ഓ, അവര് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇല്ല, ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് അവര് പറഞ്ഞു. ഇവിടെ അടുത്ത് എവിടെയോ തന്നെ അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് തിരുമേനിക്ക് അറിയാവോ? ക്ഷമിക്കണം, അത്ര താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോ വിനയപ്രസാദ് എന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ അവരുടെ അനിയത്തി ഉണ്ടായിരുന്നോ? ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ, തൊഴുതോളൂ. ഞാൻ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം എടുത്തുതരാം. ആ. മാലിനി, പുറത്തു പോയെന്ന് അന്വേഷിക്ക. ഞാൻ ഇവിടെ ആരോടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. തിരുമേനി, കഴിഞ്ഞ ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ? അന്നിവിടെ ആർട്ടിസ്റ്റ് വിനയപ്രസാദിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയെ അറിയോ? ഷൂട്ടിങ്ങിന് വന്നവരില് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ നടനെ നടിയെ അറിയാം, ബാക്കിയുണ്ടായിരുന്നവരെ അത്ര പരിചയം കിട്ടിയില്ല. അന്നിവിടെ വിനയപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഗായിക ശ്യാമ വാസുദേവന് ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് കൊടുത്തിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അതാരാണെന്നറിഞ്ഞ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വന്നത്. അതിപ്പോ ആരാന്നൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് തിരക്കി നോക്കാം. ഇവിടെയുള്ളവർക്ക് നിശ്ചയം കാണുമെന്ന് ഉറപ്പില്ല. അറിയിക്കുമെങ്കിൽ ഉപകാരമായിരുന്നു. ആ, ശരി, നോക്കാം.
ഭഗവാനെ, ഇതുവരെ ആസ്വദിച്ചതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് കൈവിട്ട് പോവെന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നുള്ളതെല്ലാം നിലനിർത്തി തരണേ. ആ പെൺകുട്ടി ഒരിക്കലും ശ്യാമയുടെ മുമ്പിൽ എത്തരുതേ. അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തരണേ. ആ, ഹലോ. ഞാനിപ്പോ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലാ. ആ പെൺകുട്ടിയെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചു. ആർക്കും വലിയ ധാരണയൊന്നുമില്ല. ഇതിപ്പോ കാര്യങ്ങള് വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഞാനും ശ്യാമയും തമ്മില് ഒരു ഓട്ടപ്പന്തയത്തില. ആരായിരിക്കും ആദ്യം ആ പെൺകുട്ടിയെ കണ്ടെത്താന്ന്. മോളെ, ഈ പ്രസാദം ഇത് അവർക്ക് കൊടുത്തേക്കും. ശരി അച്ഛാ. ശ്യാമ ജയിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജയിച്ച അതിനർത്ഥം എന്റെ ജീവിതത്തില് ഞാൻ സമ്പൂർണമായി തോറ്റു എന്ന് തന്നെ. അതുകൊണ്ട് ഏത് വിധേനയും എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ. മാഡം, പ്രസാദം. ശരി വക്കീലെ, ഞാനേതായാലും ഇന്ന് കോടതിയിലേക്ക് വരാം. അവിടെ വെച്ച് കാണാൻ പറ്റുമോ നമുക്ക്? മാഡം, പ്രസാദം. ബാക്കി ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ശരി, ഓക്കെ. മാഡം, അങ്ങനൊരു കുട്ടിയെക്കുറിച്ച് ഇവിടെ ആർക്കും തന്നെ അറിഞ്ഞൂടാ. ഈശാന്തിയും അത് തന്നെ പറഞ്ഞത്. ഇനി നമ്മള് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ നാട്ടിലുണ്ട്, ഈ നടയിലുണ്ട്, അത് തീർച്ചയാ. വാ.